ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് മുട്ട കൊണ്ട് നല്ലൊരു 4 മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല മുട്ട പക്കോട. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവോള ഇതേമാതിരി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ. ഞാൻ ഇതിലൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാട്ടോ, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ട നല്ലപോലെ അടിച്ചെടുത്തു കേട്ടോ, നല്ലപോലെ അടിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി, ഉപ്പ്. ഇനി അതിലേക്ക് നമുക്ക് ഈ കടലമാവ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് നോക്കാം. നല്ലപോലെ ഒന്നുകൂടി ഒന്ന് അടിക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്, നല്ല ടേസ്റ്റുമാണത്. കുറച്ചും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ 5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഞാനൊരു ഒരു ടേബിൾ സ്പൂണും കൂടി കടലമാവ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പെല്ലാം പാകണമെന്ന് നോക്കണം. കണ്ടില്ലേ, നല്ല പോലെ അടിച്ചെടുക്കണം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു പലഹാരമാണത്. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി എടുപ്പത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എണ്ണ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണ്ടേ. കണ്ടില്ലേ, നല്ല പോലെ പൊള്ളച്ച് വരുന്നുണ്ട്, നല്ല പോലെ ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമുക്ക് തീ സിമ്മിലാക്കിയിട്ട്, കാരണം നമുക്കത് മാവ് ആദ്യം നമുക്ക് മുട്ട ആയതുകൊണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ ഒരു പ്രയാസമായിരിക്കുക. അപ്പം ഇനി ഇതിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ളതും കൂടി നമുക്കിത് മാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടല്ലേ, ഇതേമാതിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, എത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ. ഇപ്പം മഴ പെയ്യുമ്പോഴൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു പലഹാരമാണിത്. ഇങ്ങനെ മറിച്ചിട്ടിട്ട് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമുക്കിത് വാങ്ങാം. കണ്ടില്ലേ, ബ്രൗൺ കളറായി നമുക്കിത് വാങ്ങാം.
ബാക്കിയുള്ളത് നമുക്കിതുമാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റായ നല്ല ഫ്ലഫിയായ നമ്മുടെ 4 മണി പലഹാരം റെഡിയായി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്